ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? ചായ കുടിച്ചോ? അപ്പം എനിക്കിത് മീഷോന്ന് ഒരു പർച്ചേസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഓഗസ്റ്റ് 8 വന്നിട്ട് നമ്മളുടെ വരലക്ഷ്മി പൂജയാണ്. അപ്പം അതിന് ഈ ഒഴിഞ്ഞു കിടക്കുന്ന വാളില്ലേ, പൂജയുടെ ഇവിടെ ഈ ഒരു വിളക്കിൻ്റെ ഒക്കെ സൈഡ് ഒഴിഞ്ഞു കിടക്കുക. അപ്പോൾ അവിടെ സ്റ്റെൻസിൽ പെയിൻറ്റിങ് ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹം തോന്നി. ഈ വാളിന് കുഴപ്പമൊന്നുമില്ല, എന്നാലും അതിൻ്റെ മേലെ ഒരു ചെറിയൊരു ഡിസൈൻ ചെയ്യണമെന്നൊരാഗ്രഹം. അപ്പം ഒരു ഡെക്കറേഷൻ മോഡൽ. അപ്പം ഞാൻ അതിൽ നിന്ന് മീഷോന്ന് കുറച്ച് സ്റ്റെൻസിൽസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളുടെ പൂജ ഏരിയ ആയാലും ഹാളിൽ ലിവിങ് റൂമൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കുറച്ച് സ്റ്റെൻസിൽസ് ആണ്. മെറ്റീരിയൽ വരുന്നത് വുഡൻ മെറ്റീരിയലാട്ടോ. അപ്പോൾ അത്യാവശ്യം ഞാൻ വളച്ചൊക്കെ നോക്കി, വേറെ പ്രശ്നമൊന്നുമില്ല. തീരെ കനമില്ലാത്ത സ്റ്റെൻസിലും കാര്യങ്ങളും ഒന്നുമല്ല. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡിസൈൻസൊക്കെ വരുന്നുണ്ട്. എനിക്കിതിന് ഞാൻ സ്പെൻഡ് ചെയ്തത് 100 to 200ൻ്റെ ഉള്ളിലാട്ടോ ഞാൻ സ്പെൻഡ് ചെയ്തുള്ളൂ. അതിൻ്റെ ക്വാളിറ്റി വർത്ത് നോക്കിയിട്ട് നല്ല ക്വാളിറ്റിയാണുള്ളത്. അപ്പം ഇതിലാദ്യം വരുന്ന ഡിസൈൻ എന്ന് പറയുന്നത് നമുക്കൊരു നോർമൽ ഹോളിനും ലിവിങ് റൂമിനും ഇല്ലെങ്കിൽ ബെഡ്റൂമിനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു നോർമൽ ഡിസൈനാട്ടോ ആദ്യത്തെ ഡിസൈൻ വരുന്നത്. അപ്പം കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. ഞാൻ വളച്ചൊക്കെ നോക്കി, അപ്പം ക്വാളിറ്റിയൊക്കെ ഉണ്ട്. അപ്പോൾ രണ്ടാമത്തെ വരുന്ന ഒരു ലോട്ടസാണ്. ലോട്ടസ് തന്നെ നമുക്കൊരു 3 തരത്തിലുള്ള ലോട്ടസിൻ്റെ ഡിസൈൻ ഇവർ തന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് പൂജയുടെ ഏരിയ ഒക്കെ ചെയ്യണം. പൂജയുടെ ഏരിയ മാത്രമല്ല കേട്ടോ, ഇത് ഫ്ലോറിൽ ചെയ്യാം, പിന്നെ നമ്മൾ ഫാബ്രിക്കിലൊക്കെ ചെയ്യാം. അപ്പം താമരയുടെ ഇപ്പം ട്രെൻഡല്ലേ ലോട്ടസ്, ഇപ്പം ഭയങ്കര ട്രെൻഡാണല്ലോ സാരീസിലൊക്കെ. അപ്പം അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ചെയ്യാം. കാരണം സ്റ്റെൻസിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സ്റ്റെൻസിലാണ്. പിന്നെ ഉള്ളത് നമ്മൾ ശ്രീകൃഷ്ണ ജയന്തിക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന കാൽപാദത്തിൻ്റെയാണ്. പിന്നെ നമ്മളുടെ ഗണേശൻ്റെ ആ ഒരു വിഘ്നേശ്വരൻ്റെ ആ ഒരു ഇതാണ്. അപ്പം നല്ല ക്വാളിറ്റിയാണ്. ഞാൻ ഇത് വെച്ച് എങ്ങനെ പെയിൻറ്റ് ചെയ്യണമെന്നുള്ളത് അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഈ വീഡിയോ ഷോർട്സ് വീഡിയോ ആയതുകൊണ്ട് അധികം ടൈമില്ല.